ഹായ് ഗായ്സ്, ഇന്ന് നമുക്ക് ക്ലേ ഉണ്ടാക്കാം. ഈ ക്ലേ ഉണ്ടാക്കാൻ വേണ്ടി ഈ ടൈപ്പ് മണ്ണ് പറ്റത്തില്ല കേട്ടോ. ഇതിൽ നമുക്ക് ഇച്ചിരി വെള്ളം എടുക്കാം. ഈ ടൈപ്പ് മണ്ണൊക്കെ ആയിരിക്കും പറ്റുന്നത്, കാരണം ചെളി വേണമല്ലോ. അപ്പം മറ്റേ മണ്ണിൽ നമുക്ക് ചെളി കിട്ടത്തില്ല. അപ്പം ഈ മണ്ണിലൊക്കെ ആണെങ്കിൽ ചെളി കിട്ടും, കളിമണ്ണ് അങ്ങനത്തെയൊക്കെ ആ രീതിയിലുള്ള മണ്ണുകൾ. അപ്പം ഈ ചെളിയുള്ള മണ്ണാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പം അത് കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ വെള്ളത്തിയിട്ട് മിക്സ് ചെയ്യാം. വെള്ളം കളറിയിരിക്കുന്നത് അത് വെള്ളത്തിൻ്റെ കളറല്ല കേട്ടോ, അത് എന്തോന്നു ബക്കറ്റിൻ്റെയൊക്കെ ഒരു ഇതായിരുന്നു. അപ്പം നിങ്ങൾക്ക് അതിട്ട് ഒന്ന് മിക്സ് ചെയ്തൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇത് ഒരു പ്രാവശ്യം ട്രൈ ചെയ്തതിന് ശേഷം മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോസ് ഷെയർ ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ആ കല്ലിലുള്ള ചെളികളെല്ലാം ആ വെള്ളത്തിലോട്ടാക്കിയെടുക്കണം. നമുക്ക് ചെളിയാണ് കേട്ടോ ആവശ്യം, അതുകൊണ്ട് നമുക്ക് ചെളിയുള്ള മണ്ണ് തന്നെ എടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എനിക്കൊരു അബദ്ധം പറ്റിയതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇച്ചിരി കൂടെ തോനെ ക്ലേ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു മുകളിലത്തെ കളറ് എന്ത് ചെയ്യുക, ഒന്ന് വെള്ളം പോലെ നമ്മുടെ സാധാ വെള്ളത്തിൻ്റെ കളറായി ഇരിക്കണം. അല്ലെങ്കിൽ നമുക്ക് ക്ലേ കുറച്ചായിരിക്കും കിട്ടുന്നത്. എൻ്റെ ഒരു ആക്രാന്തത്തിൽ ഞാനത് വെള്ളം നന്നായിട്ട് താരാതെ എടുത്തു കേട്ടോ. അപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് ക്ലേ മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി നമുക്കത് അഴിച്ചെടുക്കാം. 2-3 വട്ടം അതിൻ്റെ ചെളിയെന്ന് വെച്ചാൽ അതിൻ്റെ കല്ലും മണ്ണും പൊടികളൊക്കെ തീരുന്നത് വരെയും അരിക്കണം. അങ്ങനെ അഴിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലേ ഉണ്ടാക്കി നല്ലതുപോലെ കിട്ടും. പക്ഷേ നമുക്ക് ഓരോ കാര്യങ്ങളും നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റത്തില്ല. എനിക്ക് അനുഭവമുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ പൊടിഞ്ഞൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അപ്പം ഒട്ടും മണ്ണും പൊടികളൊന്നും കാണാൻ പാടില്ല. സെറ്റായിട്ടും ക്ലിയർ ആയിരിക്കണം ആ ചെടി. അപ്പം എല്ലാം നമുക്ക് 3-4 വട്ടമൊക്കെ ഒന്ന് അരിച്ചെടുത്തിട്ട് വേണം റെസ്റ്റ് ചെയ്യാൻ. അപ്പം നമുക്ക് സിമ്പിളായിട്ടൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം 3-4 വട്ടമൊക്കെ അരിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ ബനിയനാണ് എടുത്തിട്ടുള്ളത്, ടീഷർട്ട്. അത് നമുക്ക് 2 ടൈപ്പ് തുണിയായിട്ടുള്ളതുകൊണ്ട് ഞാൻ ആദ്യം ഒരു തുണിയാക്കിയാണ് ഞാൻ വെച്ചെടുത്തിട്ടുള്ളത്. പിന്നെ 2-3 വട്ടം ഞാൻ ഡബിളായിട്ടുള്ള തുണിയൊക്കെ വെച്ചിട്ടാണ് ചെയ്തെടുത്തത്. ഇനി ഇത് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നതാണ്. എന്തെങ്കിലും വെച്ചൊക്കെ ഒന്ന് അടച്ചു കൊടുക്കുക. കണ്ടോ, ഞാൻ ഈ ഒരു ടൈപ്പിലാണ് ഇപ്പോൾ ചെയ്തെടുത്തത്. അതുകൊണ്ടാണ് എനിക്ക് ക്ലേ കുറച്ച് കിട്ടിയത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, പ്രത്യേകമായിട്ടും വെള്ളം നല്ല തെളിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ വെള്ളം കോരി കളയാനായിട്ട് പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ കഷ്ടപ്പാട് വെറുതെ വേസ്റ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് എന്നെപ്പോലത്തെ മണ്ടത്തരം നിങ്ങൾ ആരും കാണിക്കരുത്. നല്ലതുപോലെ വെള്ളം തെളിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ കോരി കളയാൻ പാടുള്ളൂ. അപ്പം എൻ്റെ ഒരു ഇതിലാണ് ഞാൻ ഇത് ചെയ്തത്. എന്നാലും കുഴപ്പമൊന്നുമില്ല, കുറച്ച് ക്ലേയിൽ നമുക്ക് കിട്ടിയല്ലോ, അതുകൊണ്ട് സമാധാനിക്കാം. അപ്പം വെള്ളം എല്ലാം കോരിക്കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമുക്ക് കിട്ടിയ ചെളി. കണ്ടോ, കുറച്ച് ചെളിയേ കിട്ടിയിട്ടുള്ളൂ. പിന്നെ നമുക്കൊരു തുണിയിലേക്ക് ഒഴിച്ച് വെച്ചതിന് ശേഷം കിഴിയിട്ടും പോലെ കെട്ടി കൊടുക്കാം. നമുക്ക് അടിയിൽ കൂടെ വെള്ളം പോകുന്നു എന്നുണ്ടെങ്കിൽ അടിയിലൊക്കെ ഒരു തുണി വെച്ച് കൊടുക്കാം. ഞാൻ ഇവിടെ 2 തുണിയാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ടാണ് ഞാൻ ഇത് കെട്ടിക്കൊടുക്കുന്നത്. അപ്പം കെട്ടുന്ന രീതി പിന്നെ കാണിച്ചിട്ടുണ്ട്, അതുപോലെ കെട്ടാം. മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കണ്ടാൽ മതി. അപ്പോൾ മഴ സമയമാണ്, അതുകൊണ്ട് അത്ര ക്ലാരിറ്റി കിട്ടത്തില്ല. ഞാൻ കഷ്ടപ്പെട്ടാണ് കേട്ടോ ഈ വീഡിയോ എടുത്തത്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഞാൻ ഒരു മോട്ടർ വാങ്ങിച്ച ബേസ് ബോർഡിലാണ് കേട്ടോ വെച്ചത്. അകത്തോട്ട് കയറി കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് പുറത്താക്കും. അതുകൊണ്ട് ഞാൻ ചെളിയും കൊണ്ട് കയറാതെ വീട്ടിൻ്റെ ചുറ്റും ആരും കാണാതെ ഒളിപ്പിച്ചാണ് കേട്ടോ വെക്കുന്നത്. അതിനുശേഷം ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം ഒന്ന് എടുത്തു കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് നിങ്ങളൊന്ന് തുറന്ന് നോക്കുക ഏത് പരുവായി എന്നുള്ളത്. ഉണങ്ങാതെ നിങ്ങൾ എടുക്കരുത് കേട്ടോ. ഉണങ്ങാൻ നിങ്ങൾ പിച്ചിന്ന് എടുക്കരുത്, കയ്യിലൊക്കെ പറ്റും. അപ്പം കുറച്ച് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയാണ്, ഇച്ചിരി കൂടെ ഉണങ്ങാനുണ്ടായിരുന്നു. നിങ്ങൾക്ക് വേഗം കാണിക്കാൻ വേണ്ടിയാണ് ചെയ്തെടുത്തത്. നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ബൈ.